ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്ലേറ്റഡ് സ്കേർട്ടിൻ്റെ 2 കാൽക്കുലേഷൻസ് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ അതിൻ്റെ സ്റ്റിച്ചിങ് പാർട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ പ്ലേറ്റഡ് സ്കേർട്ടെല്ലാം നമ്മുടെ വേസ്റ്റ് ബാൻഡ് ക്യാൻവാസ് വെച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഫസ്റ്റ് മെത്തേഡാണ് ഞാൻ ഈ ഒരു സ്കേർട്ട് ചെയ്യാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കാണാത്തവരാണെങ്കിൽ അത് കണ്ടിട്ട് സെക്കൻഡ് പാർട്ട് കാണുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് മെത്തേഡിൽ വെച്ചിട്ട് നമുക്ക് നമ്പർ ഓഫ് പ്ലേറ്റ്സ് കിട്ടിയത് 19 ഇഞ്ചാണ്. അതേപോലെ തന്നെ പ്ലേറ്റിൻ്റെ വിത്ത് കിട്ടിയത് 1.1 ഇഞ്ച്. ടോട്ടൽ പ്ലേറ്റ് ഇൻടേക്ക് വന്നിട്ട് 4 ഇഞ്ചാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം നമ്മൾ ഓൾറെഡി ഈ ഒരു സ്കേർട്ടിന് 2 വശത്തും തയ്യൽ തുമ്പ് കൊടുത്തായിരുന്നു. അപ്പം 1 ഇഞ്ചാണ് ഒരു വശത്തോട്ട് കൊടുക്കുന്നത്. അതാണ് ഞാനിപ്പോൾ ഈ മാർക്ക് ചെയ്തത് കേട്ടോ. പിന്നെ നമ്മുടെ വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്ന കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ 22 പറഞ്ഞിരുന്നത്. അതിനോടൊപ്പം നമ്മൾ 1 ഇഞ്ച് ലൂസ് കൊടുക്കും. ആ 1 ഇഞ്ച് ലൂസിൽ 1/2 ഇഞ്ചാണ് ഞാനിപ്പോൾ ഈ മാർക്ക് ചെയ്യുന്നത്. അതായത് 1 ഇഞ്ച് ലൂസിനെ ഞാൻ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ആദ്യത്തെ പോർഷനിൽ 1/2 ഇഞ്ച് മാർക്ക് ചെയ്യും, അവസാനവും 1/2 ഇഞ്ച്. അങ്ങനെയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. ഇനിയാണ് നമ്മുടെ പ്ലേറ്റിൻ്റെ മാർക്കിങ്സ് വരുന്നത്. അപ്പോൾ ആദ്യം നമ്മുടെ പ്ലേറ്റിൻ്റെ വിത്ത് നമ്മൾ കണ്ടുപിടിച്ചത് മാർക്ക് ചെയ്യുക. അത് 1.1 ഇഞ്ചാണ്. അത് നമ്മൾ മാർക്ക് ചെയ്യുക കേട്ടോ. അതിനുശേഷം നമ്മുടെ ടോട്ടൽ പ്ലേറ്റ് ഇൻടേക്ക് നമുക്ക് എത്രയാണ് കിട്ടിയത്? 4 ഇഞ്ചാണല്ലേ. ആ 4 ഇഞ്ചാണ് ഞാനിവിടെ ഈ മാർക്ക് ചെയ്യുന്നത്. അപ്പം 4 ഇഞ്ചാണെങ്കിൽ ഒരു വശത്തോട്ട് 2 ഇഞ്ചും അതിൻ്റെ ഓപ്പോസിറ്റ് ഫോൾഡിലോട്ടും 2 ഇഞ്ച്, അങ്ങനെയായിരിക്കും നമ്മൾ എടുക്കുന്നത് അല്ലേ. അത് ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് കാണുന്നവർക്ക് ഇതൊന്നുകൂടെ കത്തും. അപ്പം നമ്മൾ ആ ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ മിഡ് പോയിന്റും കൂടെ ഞാൻ കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളൊരു 1.1 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ടോട്ടൽ പ്ലേറ്റ് ഇൻടേക്ക് എത്രയാണോ അത് മാർക്ക് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മിഡ് പോയിന്റ് മാർക്ക് ചെയ്തു, അതായത് 2 ഇഞ്ച്. വീണ്ടും നമ്മുടെ പ്ലേറ്റിൻ്റെ വിഡ്ത്ത് 1.1 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിനുശേഷം നമ്മുടെ ടോട്ടൽ പ്ലേറ്റിൻ്റെ ഇൻടേക്ക് എത്രയാണോ അത് മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ പ്ലേറ്റ് ഇൻടേക്കിൻ്റെ മിഡ് പോയിന്റും കൂടെ മാർക്ക് ചെയ്യുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ ആ ഒരു സ്കേർട്ട് ത്രൂ ഔട്ട് ചെയ്യുക കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു സ്കേർട്ട് ചെയ്യാൻ ഞാൻ 2.5 മീറ്ററാണ് എടുത്തിരിക്കുന്നത്. 2.5 മീറ്ററിൽ വെച്ചുള്ള ക്ലോത്തിലെ കാൽക്കുലേഷൻസ് ആണ് ഈ ഒരു സ്കേർട്ടിൽ ഞാൻ കാണിക്കുന്നത് കേട്ടോ. അവസാനം വരുമ്പോൾ വീണ്ടും നമുക്ക് ഒരു 1/2 ഇഞ്ച് ലൂസും വരും. അതേപോലെ തന്നെ 1 ഇഞ്ച് നമ്മുടെ തയ്യൽ തുമ്പും വരും. ആ 1 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കൊരു ഇച്ചിരി ഒരു 1/4 ഇഞ്ച് എക്സ്ട്രാ വരും. അത് കുഴപ്പമില്ല, അത് നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. കാരണം നമുക്ക് നമ്പർ ഓഫ് പ്ലേറ്റ്സ് എന്ന് പറയുന്നത് 19.25 ആയിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത്. പക്ഷെ നമുക്ക് 19 പ്ലേറ്റ്സേ കിട്ടത്തുള്ളൂ. അപ്പോൾ ആ ഒരു 1/4 ഇഞ്ചിൻ്റെ വ്യത്യാസമാണ്. ഇനി പ്ലേറ്റിംഗ് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ ആദ്യത്തെ 1 ഇഞ്ച് നമ്മൾ വിടുക. അതിനുശേഷമുള്ള 1/2 ഇഞ്ച് ലൂസ് വിടുക. അതിനുശേഷം ആദ്യത്തെ പ്ലേറ്റിൻ്റെ പോയിന്റ് എടുക്കുക. അതിനെ നമ്മുടെ പ്ലേറ്റ് ഇൻടേക്ക് എന്ന് പറയുന്നത് നമ്മുടെ 4 ഇഞ്ചാണ് അല്ലേ, ആ പോയിന്റിലോട്ട് കൊണ്ടുവരിക. എന്നിട്ട് അത് പിൻ ചെയ്യുക. അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത 1.1 ഇഞ്ചിൽ മാർക്ക് ചെയ്ത ആ പോയിന്റ് എടുക്കുക. എന്നിട്ട് നമ്മളതിനെ നമ്മുടെ പ്ലേറ്റ് ഇൻടേക്ക് എന്ന് പറഞ്ഞാൽ 4 ഇഞ്ചാണല്ലോ, അപ്പോൾ ആ 4 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിലോട്ട് കൊണ്ട് മുട്ടിക്കുക. അപ്പോൾ അങ്ങനെ മുട്ടിക്കുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആ പ്ലേറ്റ് ഇൻടേക്കിൻ്റെ മിഡ് പോയിന്റ് എത്രയാണോ, നമ്മൾ 2 ഇഞ്ച് മാർക്ക് ചെയ്തല്ലോ, ആ 2 ഇഞ്ച് അവിടെ ഓൾറെഡി കവേർഡ് ആയിക്കോളും കേട്ടോ. ഇനി ഇതേപോലെ തന്നെ വീണ്ടും അടുത്ത 1.1 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റ് എടുക്കുക. അതിനെ നമ്മുടെ പ്ലേറ്റ് ഇൻടേക്ക് ടോട്ടൽ 4 ഇഞ്ചാണ്. ആ 4 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിലോട്ട് കൊണ്ടുവരിക. അങ്ങനെ നമ്മൾ ഓരോന്ന് ചെയ്യുക. അപ്പോൾ ആദ്യം മാർക്ക് ചെയ്ത 1 ഇഞ്ച് എന്ന് പറയുന്ന തയ്യൽ തുമ്പാണ്. അതിനുശേഷം മാർക്ക് ചെയ്തത് 1/2 ഇഞ്ച് എന്ന് പറയുന്ന ലൂസാണ്. ഈ 2 പോയിന്റ് വിട്ടതിന് ശേഷമാണ് നമ്മൾ പ്ലേറ്റിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ത്രൂ ഔട്ട് പ്ലേറ്റിംഗ് എടുക്കുക. അവസാനം വരുമ്പോഴത്തേക്കും നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ ഒരു 1/2 ഇഞ്ച് ലൂസും 1 ഇഞ്ച് തയ്യൽ തുമ്പുമായിട്ട് കിട്ടും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു നമുക്കൊരു 1/4 ഇഞ്ച് എക്സ്ട്രാ വരുന്നുണ്ട്. അത് കുഴപ്പമില്ല, നമുക്കത് കട്ട് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കണ്ടു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണുക. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് പ്ലേറ്റിങ്ങും എടുത്തു. അപ്പം നമുക്ക് ഓൾറെഡി കാൽക്കുലേഷൻ പ്രകാരം 19 പ്ലേറ്റ്സ് ആണ് കിട്ടേണ്ടത്. അത് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. 19 പ്ലേറ്റ്സ് കിട്ടിയിട്ടുണ്ട്. ഇനിയൊന്നും ചെയ്യാനില്ല, കണ്ടോ, നമ്മൾ ഉള്ളിലോട്ട് പ്ലേറ്റ് ഇൻടേക്ക് അത്രയും എടുത്തത് കൊണ്ടാണ് നമുക്ക് ഓരോ പ്ലേറ്റ്സും നല്ല ഭംഗിയായിട്ട് കിടക്കുന്നത്. നമ്മൾ എത്രത്തോളം പ്ലേറ്റ് ഇൻടേക്ക് കൂട്ടി കൊടുക്കുന്നോ അത്രത്തോളം പ്ലേറ്റ്സ് നമുക്ക് നല്ല ഭംഗിയായിട്ട് കിടക്കും കേട്ടോ. ഇനി നമ്മൾ ജസ്റ്റ് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മളൊന്ന് മെഷർ ചെയ്യുകയാണ്. നമുക്കിപ്പം 25.5 കിട്ടിയത്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, ഒരു 1/2 ഇഞ്ചോളം എക്സസ് ഉണ്ടെന്ന്, അതിൻ്റെയാണ്. അത് മാറ്റിയിട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് കറക്റ്റ് 25 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ 1/2 ഇഞ്ച് വന്നത് ഞാൻ എക്സ്ട്രാ വന്നത് കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് 23 ഇഞ്ചാണ് ലൂസ് ഉൾപ്പെടെ. അതിൻ്റെ കൂടെ 2 ഇഞ്ച്
തയ്യൽ തുമ്പും കൂടെ ചേർത്താണ് 25 ഇഞ്ച് വന്നത് കേട്ടോ. ലൈനിങ് നമ്മൾ സാധാ ചെയ്യുന്നത് പോലെ തന്നെ ഞാൻ 1 ഇഞ്ച് വീതിയിൽ ജസ്റ്റ് നോർമലായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തേ ഉള്ളൂ. പ്രത്യേകിച്ച് കാൽക്കുലേഷൻസ് ഒന്നും അതിന് ഞാൻ കൊടുത്തിട്ടില്ല. ലൈനിങ്ങിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ സ്കേർട്ടിൻ്റെ ഹൈറ്റിനെക്കാട്ടിലും 1 ഇഞ്ച് കുറച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ലൈനിങ്ങിൻ്റെ പുറത്ത് നമ്മുടെ മെയിൻ ക്ലോത്ത് വെച്ചിട്ട് ആ ഒരു വേസ്റ്റിൻ്റെ പോർഷൻ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു 2 സൈഡ് കാണുന്നുണ്ടോ, നിങ്ങൾ ഈ വീഡിയോയിൽ നോക്കിയാൽ കാണാം. നമ്മുടെ സ്കേർട്ടിൻ്റെ ജോയിൻ ചെയ്യുന്ന ആ 2 ഓപ്പണിങ് അല്ലേ, അവിടെ നമ്മൾ സിബ് കൊടുക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് സിബിൻ്റെ ഓപ്പണിങ് എത്രയാണെന്ന് നമുക്ക് തീരുമാനിക്കാം. ഞാനിവിടെ ഒരു 5.5 ഇഞ്ച് ഓപ്പണിങ്ങിനായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൽ 1/2 ഇഞ്ച് നമ്മുടെ വേസ്റ്റിൻ്റെ ബാൻഡ് അറ്റാച്ച് ചെയ്യാനായിട്ടുള്ള തയ്യൽ തുമ്പാണ്. അപ്പോൾ അത് പോയി കഴിഞ്ഞാൽ ബാക്കി നമുക്ക് 5 ഇഞ്ചാണ്. അപ്പം അങ്ങനെയാണ് ഞാൻ 5.5 ഇഞ്ച് മാർക്ക് ചെയ്തത് കേട്ടോ. ഇനി ആ പോയിന്റിൽ നിന്ന് താഴത്തോട്ട് ഞാനൊരു 2 ഇഞ്ചും കൂടി അഡീഷണൽ മാർക്ക് ചെയ്യുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് പോകാൻ മനസ്സിലാവും. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആദ്യത്തെ ആ ഒരു 5.5 ഇഞ്ചിൽ നമ്മളൊരു ലൂസ് സ്റ്റിച്ച് കൊടുക്കുക. ലൂസ് സ്റ്റിച്ച് ആയിരിക്കണം കൊടുക്കേണ്ടത്. എന്നിട്ട് ആ പോയിന്റ് എത്തുമ്പോൾ നമ്മളൊന്ന് ലോക്ക് ചെയ്യുക. അതിനുശേഷം ആ പോയിന്റിൽ നിന്ന് താഴോട്ട് നമ്മൾ മാർക്ക് ചെയ്ത ഒരു 2 ഇഞ്ച് ഉണ്ടല്ലോ, അവിടം വരെ നമ്മൾ നോർമൽ സ്റ്റിച്ച് ചെയ്തിട്ട് ലോക്ക് ചെയ്യുക. അപ്പം അങ്ങനെ ഞാൻ ചെയ്തതാണ് ഈ കാണുന്നത്. ആ ഒരു 5.5 ഇഞ്ച് വരെ ഞാൻ ലൂസ് സ്റ്റിച്ചാണ് കൊടുത്തത്. എന്നിട്ട് അതൊന്ന് ലോക്ക് ചെയ്തു. ആ പോയിന്റിൽ നിന്ന് താഴത്തെ ആ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റ് വരെ ഞാൻ നോർമൽ സ്റ്റിച്ച് ചെയ്തിട്ട് ലോക്ക് ചെയ്തു കേട്ടോ. ഇനി ചെയ്യേണ്ടത് നമ്മുടെ ലൈനിങ് രണ്ടും നമ്മൾ സെപ്പറേറ്റ് ചെയ്യുക, മെയിൻ ക്ലോത്തും സെപ്പറേറ്റ് ചെയ്യുക. അത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യുക. ലൈനിങ്ങിനെ മാറ്റിയിട്ട് നമ്മുടെ മെയിൻ ക്ലോത്ത് മാത്രം 1 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. നമ്മൾ തയ്യൽ തുമ്പ് എത്രയാണോ കൊടുക്കുന്നത് അത്രയായിരിക്കണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് മാറ്റേണ്ടത്. ഞാനിപ്പോൾ നേരത്തെ ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടെ വെച്ച് സൈഡ് സ്റ്റിച്ച് ചെയ്യാൻ നേരവും നമ്മൾ 1 ഇഞ്ചിലാണ് സ്റ്റിച്ച് ചെയ്തത് കേട്ടോ. അപ്പോൾ മെയിൻ ക്ലോത്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇനി ചെയ്യേണ്ടത് നമ്മൾ ആ ഒരു മെയിൻ ക്ലോത്ത് എല്ലാം മാറ്റുക. എന്നിട്ട് ലൈനിങ് മാത്രം നമ്മൾ അതിൻ്റെ ആ ഒരു എഡ്ജിൽ കൂടി ഒരു 1/2 ഇഞ്ച് വീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതായത് നമ്മൾ രണ്ടാമതൊരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റില്ലേ, അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാൻ ആ 2 ഇഞ്ച് മാർക്ക് ചെയ്തൊന്നും കോൺസ്റ്റന്റ് അല്ല കേട്ടോ. അതായത് നമുക്ക് ലൈനിങ്ങും നമ്മുടെ മെയിൻ സ്കേർട്ടും കൂടെ ഒരുമിച്ച് എവിടം വരെ സ്റ്റിച്ച് ചെയ്യണോ നിങ്ങൾക്ക് അവിടം വരെ സ്റ്റിച്ച് ചെയ്യുക. ഏത് പോയിന്റിലാണോ നിങ്ങൾക്ക് രണ്ടും സെപ്പറേറ്റ് ചെയ്യേണ്ടത് അവിടെ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് തയ്ക്കാം, അത്രേ ഉള്ളൂ. ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മൾ സിബ് അറ്റാച്ച് ചെയ്യണം. അപ്പം ഞാനിവിടെ നോർമൽ സിബാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ നല്ല വശവും കൂടെ ചേർത്ത് വെക്കുക. എന്നിട്ട് ഇതേപോലെ സിബും നമ്മുടെ ആ ഒരു 1 ഇഞ്ചായിട്ട് സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ക്ലോത്ത് രണ്ടും ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് അതിൻ്റെ പുറത്തോട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ സിബ് കമത്തി വെക്കുക. എന്നിട്ട് നമ്മൾ ഓരോ പോയിന്റും ഒന്ന് പിൻ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പം അതാകുമ്പോൾ നമുക്ക് തയ്ക്കാൻ നേരത്ത് എളുപ്പമായിരിക്കും. നമ്മുടെ ആ ഒരു സിബിൻ്റെ പല്ലില്ലേ, ആ പല്ലും നമ്മൾ ക്ലോത്തിൽ സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ആ ഒരു സ്റ്റിച്ച് ലൈൻ ഉണ്ടല്ലോ, അത് രണ്ടും ഒരേ ലെവലിൽ വരുന്ന രീതിയിൽ പിൻ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പം നമ്മൾ 5 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടം വരെയാണ് ഞാൻ പിൻ ചെയ്തേക്കുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു എക്സസ് ആയിട്ടുള്ള തുണിയെല്ലാം ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ആദ്യമേ 2 ക്ലോത്തും, അതായത് ലൈനിങ്ങും മെയിൻ ക്ലോത്തിൻ്റെ 2 സൈഡും ഒരു 1/4 ഇഞ്ചിൽ മടക്കി അടിച്ചതിന് ശേഷം നിങ്ങൾക്ക് പ്ലീറ്റിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം അങ്ങനെ 1/4 ഇഞ്ച് നമ്മൾ കൊടുക്കണമെങ്കിൽ അതിനനുസരിച്ച് തയ്യൽ തുമ്പ് അവിടെ ആഡ് ചെയ്യുക കേട്ടോ. അതാകുമ്പോൾ കുറച്ചും കൂടെ ഫിനിഷിങ് കിട്ടും. ഞാനിവിടെ അങ്ങനെ കൊടുത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡിൽ ചെയ്യുന്നത്. അതെല്ലാം ഓവർലോക്കിംഗ് ഉള്ളവർക്കാണെങ്കിൽ ഓവർലോക്ക് ചെയ്തെടുത്താലും മതി. അപ്പം ഞാനിവിടെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ ലൈനിങ്ങിൻ്റെ 2 അറ്റവും തേരുവശമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവിടെ ഫിനിഷ് ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി ഫിനിഷ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു ലൈനിങ് നമ്മുടെ ഈ ഒരു സിബിലോട്ട് കവർ ചെയ്ത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഞാൻ പുറത്തോട്ട് മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അതായത് നമ്മൾ 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റില്ലേ, അവിടം വരെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക. ആ ഒരു പോയിന്റ് എത്തുമ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു സ്കേർട്ട് നമ്മൾ തിരിച്ചു വയ്ക്കുക. അതായത് നമ്മൾ സ്ലിറ്റൊക്കെ തയ്ക്കത്തില്ല, അതേപോലെ തന്നെ സ്കേർട്ട് തിരിക്കുക. വീണ്ടും അവിടുന്ന് ഒരു സ്ട്രെയിറ്റ് സ്റ്റിച്ച് എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് വശത്തുള്ള ലൈനിങ്ങും ഇതേപോലെ നമ്മുടെ സിബിനെ കവർ ചെയ്ത് മടക്കി വെച്ചിട്ട് തയ്ച്ചെടുക്കുക. അപ്പം ഇങ്ങനെ തയ്ക്കുമ്പോഴത്തേക്കും നമ്മൾ താഴെ ക്ലോത്ത് അടുക്കി പിടിക്കുന്നുണ്ടോ എന്ന് നോക്കിക്കോണം. അതെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം ഈ ഒരു മെത്തേഡിൽ തയ്ക്കാൻ കേട്ടോ. ഇതിപ്പം ഞാൻ ഓവർലോക്കിംഗ് കൊടുക്കാഞ്ഞത് കൊണ്ടാണ്. ഓവർലോക്കിംഗ് ഇല്ലാത്ത ആൾക്കാർക്കും എങ്ങനെ ഫിനിഷിങ്ങിൽ ചെയ്യണമെന്ന് അറിഞ്ഞിരിക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ മനസ്സിൽ വന്നൊരു ഐഡിയ ആണിത്. അങ്ങനെയാണ് ഞാനിത് ചെയ്യുന്നത് കേട്ടോ.
അപ്പം നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ ആ ഭാഗം കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നല്ല വശം ദാ ഇതേപോലെ വൃത്തിക്കിരിക്കും. ഇനി അതിൻ്റെ താഴത്തോട്ടുള്ള ആ ഒരു ക്ലോത്ത് കണ്ടോ, അതിലും നൂലെല്ലാം ഇങ്ങനെ സ്പ്രെഡായി കിടക്കുവാണല്ലേ. അപ്പം അത് മാറ്റാനായിട്ട് ഞാൻ ചെയ്യുന്നത്, രണ്ട് ക്ലോത്തും ഉള്ളിലോട്ട് നമ്മൾ മടക്കി. കാരണം നമ്മൾ 1 ഇഞ്ച് വീതിയിലാണ് തയ്ച്ചിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ അത്യാവശ്യം തയ്യൽ തുമ്പ് നമുക്ക് മിച്ചം കാണും. അപ്പോൾ ആ രണ്ട് ക്ലോത്തും ഇതേപോലെ ഉള്ളിലോട്ട് മടക്കിയിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതാകുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു സ്കേർട്ടിൻ്റെയും നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ തന്നെ കിട്ടും. കാരണം ഇതൊരു ടിഷ്യൂ ക്ലോത്ത് ആയതുകൊണ്ട് ഇതിൻ്റെ സൈഡിൽ നിന്ന് നൂല് ഊർന്നൂർന്ന് വരുന്നുണ്ട്. അപ്പം നമുക്കത് വെറുതെ ഇട്ട് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അപ്പോൾ ഇതേപോലെ നമുക്ക് ഓവർലോക്കിംഗ് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്താലും മതി. കുറച്ച് സമയം എടുക്കുമെന്നേ ഉള്ളൂ, പക്ഷേ നമ്മൾ നല്ല നീറ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ വേറെ തന്നെയാണ്. അപ്പം നമ്മൾ ലൈനിങ്ങും നമ്മുടെ മെയിൻ സ്കേർട്ടും കൂടെ ഒരുമിച്ച് എവിടം വരെയാണോ തയ്ച്ചത് ആ ഒരു പോർഷൻ വരെ ഞാൻ ഇങ്ങനെ ഒന്ന് തയ്ച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്നെങ്കിൽ നിങ്ങൾക്ക് ലൈനിങ്ങും മെയിൻ സ്കേർട്ടും ഒരുമിച്ചിട്ടും സ്റ്റിച്ച് ചെയ്യാം, പക്ഷെ അതിലും എന്തുകൊണ്ടും ഭംഗി എന്നല്ല, ഫിനിഷിങ് നമ്മൾ ഇതേപോലെ ലൈനിങ്ങും മെയിൻ സ്കേർട്ടും സെപ്പറേറ്റ് ഇട്ട് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് വാഷ് ചെയ്തൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ ലൈനിങ് ചുരുങ്ങാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ അതൊരു പ്രശ്നം ഉണ്ടാവത്തില്ല കേട്ടോ. അപ്പം നമ്മൾ മെയിൻ സ്കേർട്ട് ചെയ്തു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ മിച്ചം വന്ന ആ ഒരു സിബ് ഉണ്ടല്ലോ, അതും നമ്മുടെ മെയിൻ സ്കേർട്ടിൻ്റെ ക്ലോത്തും ഉള്ളിലോട്ടാക്കിയിട്ട് ലൈനിങ് മാത്രം സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സിബിൻ്റെ ബാക്കിയുള്ള ഭാഗം വെച്ചിട്ട് കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്ത് കളയുമ്പോൾ താഴെ നമ്മളൊരു ക്ലോത്ത് വെച്ചൊന്ന് കവർ ചെയ്യുക ആ ഒരു സിബിൻ്റെ അറ്റം ഒന്ന് ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ നോർമലായിട്ട് ജസ്റ്റ് വെറുതെ ഇടാം കേട്ടോ. ഇനി നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഓൾറെഡി ലൂസ് സ്റ്റിച്ച് ആയിരുന്നല്ലോ ഇട്ടിരുന്നത്, അത് ഞാനൊന്ന് സീം റിപ്പർ ഉപയോഗിച്ചിട്ട് ആ നൂലൊന്ന് പൊട്ടിക്കുക കേട്ടോ. ഈ പൊട്ടിക്കുന്ന സാധനത്തിൻ്റെ പേരാണ് സീം റിപ്പർ. ഇത് അത്യാവശ്യം നല്ലതാണ്, നമുക്ക് നല്ല യൂസ്ഫുൾ ആണ്. അപ്പം നമ്മളിവിടെ ഒരു നോർമൽ സ്റ്റിച്ചായിരുന്നു ഇട്ടിരുന്നെങ്കിൽ അത് പൊട്ടിക്കാൻ നല്ല പാടായാനെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ എവിടം വരെയാണോ ഓപ്പണിങ് കൊടുക്കുന്നത് അവിടം വരെ ഒരു ലൂസ് സ്റ്റിച്ച് കൊടുക്കാൻ പറഞ്ഞതിൻ്റെ കാര്യം അതാട്ടോ. അപ്പം നമുക്കിപ്പോൾ തയ്ച്ചെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മുടെ കറക്റ്റ് വേസ്റ്റ് റൗണ്ട് 23 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ വേസ്റ്റ് ബാൻഡ് അറ്റാച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ടിഷ്യൂവിൻ്റെ ക്ലോത്ത് തന്നെ 2 എണ്ണം ചേർത്ത് സ്റ്റിച്ച് ചെയ്തിരിക്കുക കേട്ടോ. കാരണം ഈ ക്ലോത്തിന് അത്യാവശ്യം കട്ടി കുറവാണ്, അതുകൊണ്ടാണ് ഞാൻ 2 ക്ലോത്തും കൂടെ ഒരുമിച്ച് വെച്ചത്. തന്നെയല്ല നമുക്ക് ക്യാൻവാസ് ഒക്കെ ഒട്ടിക്കേണ്ടതുകൊണ്ട് അത്യാവശ്യം കട്ടി വേണം. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 25 ഇഞ്ചാണ്. അതെന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ പറയാം. വീതി വരുന്നത് നമ്മുടെ ബാൻഡിൻ്റെ ഒരു വശത്തോട്ടുള്ള വീതി എന്ന് പറഞ്ഞാൽ 1.5 ഇഞ്ചാണ്. അപ്പോൾ 2 വശം വരുമ്പം 3 ഇഞ്ചാവും. പിന്നെ തയ്യൽ തുമ്പും കൂടെ ചേർത്ത് 4 ഇഞ്ച് വീതി. ലെങ്ത്ത് എന്ന് പറയുന്നത് നമുക്ക് വേസ്റ്റ് ബാൻഡിൻ്റെ ലെങ്ത്ത് എത്രയാണോ അതിനെക്കാട്ടിലും 1 ഇഞ്ചും കൂടെ എക്സ്ട്രാ കൊടുക്കുക. അപ്പോൾ 24 ഇഞ്ചായി. പിന്നെ നമുക്ക് തയ്യൽ തുമ്പിനും കൂടെ വേണ്ടിയിട്ട് അഡീഷണൽ 1 ഇഞ്ചും കൂടെ കൊടുക്കുക. അങ്ങനെയാണ് 25 ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ സ്റ്റിപ്പിൻ്റെ ആണെങ്കിൽ നമ്മുടെ കറക്റ്റ് ഒരു വശത്തുള്ള വീതി എത്രയാണ്, 1.5 ഇഞ്ചാണല്ലേ. അതാണ് ഞാൻ ക്യാൻവാസിൻ്റെ വീതിയായിട്ട് കൊടുത്തിരിക്കുന്നത്. സ്റ്റിപ്പിൻ്റെ ലെങ്ത്ത് വന്നിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത്, അതായത് ക്യാൻവാസിൻ്റെ ലെങ്ത്ത് വന്നിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത് 24 ഇഞ്ചാണ് കേട്ടോ. 24 ഇഞ്ച് കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് 23 ഇഞ്ചാണ്. പിന്നെ 1 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കണമെന്ന് പറഞ്ഞില്ലേ, അതും കൂടി ചേർത്താണ് 24 ഇഞ്ച് ഞാൻ പറഞ്ഞേക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മുടെ ടിഷ്യൂവിൽ താഴ്ഭാഗത്ത് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് ഒരു ലൈൻ വരയ്ക്കുക. അതേപോലെ തന്നെ അതിൻ്റെ 2 എൻഡിലും 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വീതം വരയ്ക്കുക. എന്നിട്ട് നമ്മുടെ ക്യാൻവാസിൻ്റെ ഗ്ലേസിംഗ് ആയിട്ടുള്ള ഭാഗം നമ്മുടെ ടിഷ്യൂലോട്ട് ഫേസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ആ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത ലൈനിന് മുകളിലായിട്ട് ഇങ്ങനെ വെച്ചിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ 1 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതെന്തിനാന്നുള്ളത് ഞാൻ പറയാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ക്ലോത്തുമായിട്ട്, അതായത് നമ്മുടെ സ്കേർട്ടിൻ്റെ വേസ്റ്റ് അറ്റാച്ച് ചെയ്യുന്ന ഭാഗത്തോട്ട് ഇത് വെക്കുക. നമ്മൾ 1/2 ഇഞ്ചാണല്ലോ തയ്യൽ തുമ്പ് ഒരു വശത്തോട്ട് കൊടുത്തിരിക്കുന്നത്, ആ 1/2 ഇഞ്ചിന് അകത്തോട്ട് മടക്കി വെച്ചിട്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പിൽ ആ വേസ്റ്റിൻ്റെ പോർഷൻ തയ്ച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് വശത്ത് നമ്മൾ 1 ഇഞ്ച് ഇങ്ങനെ ചാടി നിൽപ്പുണ്ട്, അതങ്ങനെ നിന്നോട്ടെ. അവിടെയും 1/2 ഇഞ്ച് പുറത്തോട്ട് തയ്യൽ തുമ്പ് നിൽപ്പുണ്ട്, അതിന് ഇതേപോലെ അകത്തോട്ട് മടക്കി വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ആ 1 ഇഞ്ച് പുറത്തോട്ട് ചാടി നിന്നെടുത്ത് 1/2 ഇഞ്ച് ഉണ്ടല്ലോ, അതിൻ്റെ ആ 1/2 ഇഞ്ച് വന്ന തയ്യൽ തുമ്പിനെ ഞാൻ അകത്തോട്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ അകത്തോട്ട് മടക്കി. എന്നിട്ട് നമ്മൾ മുകളിൽ ഒരു 1/2 ഇഞ്ച് ഉണ്ട്, അതും മടക്കി
എന്നിട്ട് നമ്മൾ നോർമലി സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യത്തില്ലേ, നമ്മൾ 1/2 ഇഞ്ച് ഫോൾഡ് ചെയ്തിട്ട് താഴത്തോട്ട് ഒന്നും കൂടെ ഒരു ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് കൊടുക്കുക. ബാക്കിയെല്ലാം നമ്മുടെ നോർമലാണ്. ഇങ്ങനെ ചെയ്തെടുക്കുക. അപ്പം 1 ഇഞ്ച് ഞാൻ പുറത്തോട്ട് ചാടിച്ച് എന്തിനാന്ന് വെച്ചാൽ ചില സ്കേർട്ടിനൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്. അതായത് ഹുക്ക് കൊടുക്കുന്ന ഭാഗത്ത് നമ്മുടെ ബാൻഡ് ഇച്ചിരി ഒന്ന് പുറത്തോട്ട് ചാടി നിൽക്കും. അത് ജസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി. പണ്ടുള്ള മെത്തേഡ്സിലൊക്കെ അങ്ങനെ സ്കേർട്ടിന് ചിലർ കൊടുക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് അങ്ങനെ 1 ഇഞ്ച് ചാടി നിൽക്കേണ്ട എന്നാണെങ്കിൽ കറക്റ്റ് സൈസ് തന്നെ ക്യാൻവാസിലും എടുത്താൽ മതി. അതായത് 23 ഇഞ്ച് ആണെങ്കിൽ 23 ഇഞ്ച് തന്നെ എടുത്താൽ മതി. പ്ലസ് തയ്യൽ തുമ്പും കൂടെ കൊടുക്കുക. ക്യാൻവാസിനല്ല, നമ്മുടെ ക്ലോത്തിന് കൊടുക്കുക. കണ്ടോ, നമ്മൾ 1 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തത് കൊണ്ടാണ് ഇങ്ങനെ ചാടി നിൽക്കുന്നത്. പക്ഷേ ഇതിപ്പോൾ 1/2 ഇഞ്ചേ ചാടി വന്നോളൂ. കാരണം നമ്മൾ അയൺ ചെയ്തപ്പോഴത്തേക്കും ക്യാൻവാസ് ഇച്ചിരി ഒന്ന് ചുരുങ്ങിയായിരുന്നു. അതിൻ്റെ കേട്ടോ, നമ്മൾ ഒത്തിരി ഹീറ്റ് കൊടുത്ത് അയൺ ചെയ്യല്ലേ. പ്രത്യേകിച്ച് ഇതേപോലെയൊക്കെയുള്ള ക്ലോത്തിലാണെങ്കിൽ ഇച്ചിരി ചെറിയ ചൂടിലിട്ട് അയൺ ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ക്യാൻവാസും ക്ലോത്തുമായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു കൊളുത്ത്. ഇത് നമുക്ക് ആ 1/2 ഇഞ്ച് ചാടി നിൽക്കുന്ന ആ ഭാഗത്തോട്ട് വെച്ച് തയ്ച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ കണക്ട് ചെയ്യുന്ന ഹുക്ക് എന്ന് പറയുന്നത് നമ്മളൊരു 1 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1.25 ഇഞ്ചൊക്കെ മാറ്റി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കൊടുക്കുക കേട്ടോ. ഒരു 2 എണ്ണമൊക്കെ കൊടുക്കുക. അതാകുമ്പം ലൂസ് ആണെങ്കിൽ നമുക്ക് ടൈറ്റ് ആക്കാനും പറ്റുമല്ലോ. ഇതേപോലെ 2 എണ്ണം വെച്ച് ചെയ്യുക. ഇതാണ് ഫൈനൽ ഔട്ട്പുട്ട്. നല്ല കട്ടിയുള്ള ക്യാൻവാസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഫിനിഷിങ്ങിൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.